നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശിവൽക്കരണം കടുപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ രാഷ്ട്രങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി പ്രവാസികൾ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരികെ എത്തി. എന്നാൽ ഇപ്പോൾ പ്രവാസികളില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ സ്വദേശികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പൗരന്മാരുടെ ശമ്പളം സർക്കാർ മേഖലയ്ക്ക് തുല്യമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ കുവൈറ്റ് അധികാരികൾ പദ്ധതിയിടുന്നു. ഇതുവഴി സർക്കാർ ജോലികളോടുള്ള പൗരന്മാരുടെ ആഗ്രഹം കുറയ്ക്കുകയും കൂടുതൽ പേരെ സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാനാണ് സർക്കാരിന്റെ പദ്ധതി. നിലവിൽ സ്വകാര്യ മേഖലയിലേക്ക് വരാൻ കുവൈറ്റ് യുവതി-യുവാക്കൾ വിമുഖത കാണിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതിയുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ സ്വകാര്യ മേഖലാ ജോലികൾക്കിടയിൽ തുല്യത ഉറപ്പാക്കുന്ന രീതിയിൽ സ്വകാര്യ മേഖലയിലുള്ളവർക്ക് പുതിയ ആനുകൂല്യങ്ങൾ നൽകാനാണ് കുവൈറ്റ് തൊഴിൽ മന്ത്രാലയം ആലോചിക്കുന്നതെന്ന് അൽ ജരീദ പത്രം റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ അടുത്ത വർഷത്തെ പ്രധാന ലക്ഷ്യം പൗരന്മാരുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി 2 മേഖലകളിലും പ്രവർത്തിക്കുന്ന കുവൈറ്റികൾക്ക് ആനുകൂല്യങ്ങളിൽ തുല്യത ഉറപ്പാക്കുക എന്നതാണെന്ന് അൽ ജരീദ വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പൗരന്മാർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അതോറിറ്റി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ആ പത്രം പറയുകയാണ്. കുവൈറ്റൈസേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ തൊഴിൽ നയത്തിന്റെ മുന്നോടിയായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കുവൈറ്റ് തങ്ങളുടെ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിദേശ ജീവനക്കാരെ ജോലികളിൽ നിന്ന് ഒഴിവാക്കുന്നതിനുമുള്ള നടപടികൾ ഏർപ്പെടുത്തി വരികയാണ്. ഇതിന് മുന്നോടിയായിട്ടാണ് പുതിയ നീക്കം. കുവൈറ്റിലെ മൊത്തം ജനസംഖ്യയായ 4.6 ദശലക്ഷത്തിൽ ഏകദേശം 3.4 ദശലക്ഷം വിദേശികളാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 1/4 ലക്ഷം സ്വദേശികൾക്ക് കൂടി സ്വകാര്യ മേഖലയിൽ പുതുതായി ജോലികൾ നൽകാനുള്ള തീരുമാനം കുവൈറ്റ് ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ഇതിനായി സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനുതകുന്ന സഹായ പദ്ധതികൾക്ക് രൂപം നൽകാൻ മന്ത്രിമാരുടെ പ്രത്യേക സമിതിക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന കുവൈറ്റ് പൗരന്മാരുടെ എണ്ണം ഏകദേശം 75,000 ആണെന്നാണ് കണക്ക്. അവരിൽ പകുതിയിലധികം പേരും ബാങ്ക്, ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇവരുടെ എണ്ണം 1 ലക്ഷമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രിമാരുടെ സമിതി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതിനായി 10 പദ്ധതികൾക്ക് സമിതി രൂപം നൽകിയിട്ടുണ്ട്. അതേസമയം പദ്ധതി നടപ്പിലാവുന്നതോടെ കൂടുതൽ തൊഴിൽ മേഖലകളിൽ നിന്ന് പ്രവാസികൾ പുറത്താക്കപ്പെടുമെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ സർക്കാർ മേഖലയിലെ പല തൊഴിലുകളും സ്വദേശികൾക്ക് മാത്രമാക്കി ഇതിനകം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്വകാര്യ മേഖലയിൽ കൂടുതൽ സ്വദേശി യുവതി-യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതിയുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്ന സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് മികച്ച പ്രോത്സാഹന പദ്ധതി തയ്യാറാക്കാനും അധികൃതർ ആലോചിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും മറ്റു പ്രധാന വികസിത രാജ്യങ്ങളും നടപ്പിലാക്കുന്ന പ്രോത്സാഹന പദ്ധതികളെക്കുറിച്ച് പഠനം നടത്താനും സമിതി തീരുമാനിച്ചു. സ്വദേശികൾക്ക് മുൻഗണനാ അടിസ്ഥാനത്തിൽ തൊഴിൽ കണ്ടെത്തി നൽകുന്നതിനായി സ്വകാര്യ മേഖലയിൽ ആകർഷകമായ ജോലികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ആ തസ്തികകളിലേക്ക് അനുയോജ്യരായ സ്വദേശികളെ കണ്ടെത്തി ആവശ്യമായ പരിശീലനം നൽകാനും പദ്ധതിയുണ്ട്.